1923 ഒക്ടോബർ 20 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് ശങ്കരന്റെയും അക്കമ്മയുടെയും മൂന്നാമത്തെ മകനായി ജനനം. 2 ജ്യേഷ്ഠ സഹോദരങ്ങളും പിറകെ ഒരു അനിയത്തിയും. 4-ാം വയസ്സിൽ അമ്മയെയും 11-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടമായി. പിന്നീട് അച്ഛന്റെ സഹോദരിക്കൊപ്പമായിരുന്നു ജീവിതം. പിതാവിന്റെ മരണത്തെ തുടർന്ന് 7-ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച് സഹോദരനൊപ്പം തുന്നൽക്കാരനായി ജോലി ചെയ്തു. ഇതിനുശേഷം കുറച്ചുകാലം കയർ ഫാക്ടറിയിലെ തൊഴിലാളിയായി. നിവർത്തന പ്രക്ഷോഭത്തിന്റെ കാലമായിരുന്നു അത്. കൗമാരത്തിലെത്തി നിന്ന അച്യുതാനന്ദൻ സ്വാഭാവികമായി അതിൽ പ്രചോദിതനായി. 15-ാം വയസ്സിൽ 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി. ഇതായിരുന്നു VSന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ വഴിത്തിരിവ്. പിറകെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ സജീവമായി. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. 17-ാം വയസ്സിൽ VSലെ കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയത് സാക്ഷാൽ സഖാവ് പി കൃഷ്ണപിള്ളയായിരുന്നു. പാർട്ടി വളർത്താൻ VSനെ കൃഷ്ണപിള്ള തന്നെ പിന്നീട് കുട്ടനാട്ടിലേക്ക് അയച്ചു. VS അച്യുതാനന്ദൻ എന്ന നേതാവിന്റെ ഉദയം അവിടെ തുടങ്ങുന്നു. വിഖ്യാതമായ പുന്നപ്ര വയലാർ സമര നേതാവായി VS അച്യുതാനന്ദൻ മാറുന്നതും ആ കാലഘട്ടത്തിലാണ്. സമര നേതാവായ VSനെതിരെ പോലീസ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് VS പൂഞ്ഞാറിൽ ഒളിവിൽ പോയി. പിന്നീട് അറസ്റ്റിലായ അച്യുതാനന്ദൻ നേരിട്ടത് സമാനതകളില്ലാത്ത പോലീസ് പീഡനങ്ങളായിരുന്നു. കാൽപാദത്തിലൂടെ തോക്കിന്റെ ബയണറ്റ് കുത്തിയിറക്കി. അതിന്റെ പാടുകൾ ജീവിതം മുഴുവൻ VSനൊപ്പമുണ്ടായിരുന്നു. 4 വർഷമാണ് അന്ന് VS പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരങ്ങളും പോരാട്ടങ്ങളും കേരളക്കരയാകെ അലയടിച്ചിരുന്ന കാലം. 1952 VS അച്യുതാനന്ദൻ CPIയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയുടെ ചുമതലയിലെത്തി. 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും പാർട്ടി സംസ്ഥാന സമിതി അംഗമായി. വെറും 29 വയസ്സായിരുന്നു അന്ന് VSന്റെ പ്രായം. 1956 ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി. 1959 CPI ദേശീയ കൗൺസിൽ അംഗമായി. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 57 അധികാരത്തിൽ വരുമ്പോൾ പാർട്ടി സംസ്ഥാന സമിതി അംഗമാണ് VS അച്യുതാനന്ദൻ. വർഷം 1964. രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ CPIക്കുള്ളിൽ കടുത്ത പോരുകൾ നടക്കുന്ന കാലം. ഏപ്രിൽ 11 നടന്ന ദേശീയ കൗൺസിലിൽ നിന്ന് 32 നേതാക്കൾ ഇറങ്ങിപ്പോന്നു. അവർ പുതിയ പാർട്ടി രൂപീകരിച്ചു. അതാണ് ഇന്നത്തെ CPIM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അന്ന് CPI ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്നവരിൽ EMS AKG എന്നിവർ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള 7 നേതാക്കളിൽ ഒരാൾ VS അച്യുതാനന്ദനായിരുന്നു. ഏറ്റവും ഒടുവിൽ വിട പറഞ്ഞ CPMന്റെ സ്ഥാപകാംഗവും അദ്ദേഹം തന്നെ. CPM രൂപീകരിച്ചപ്പോൾ ആലപ്പുഴ ജില്ലയുടെ ആദ്യ സെക്രട്ടറിയായി പാർട്ടി VSന് ചുമതല നൽകി. 6 വർഷം ആ പദവിയിൽ തുടർന്നു. പിന്നീട് 1980 മുതൽ 1992 വരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി. 86 പോളിറ്റ് ബ്യൂറോയിലേക്ക്. പിന്നീട് 2009 അച്ചടക്ക നടപടി നേരിടുന്നതുവരെ 23 വർഷം പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ തുടർന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിൽ കോൺഗ്രസ് തരംഗം ആഞ്ഞടിച്ച 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ VS അമ്പലപ്പുഴയിൽ നിന്ന് തോറ്റു. പിന്നീട് 1991 മാരാരിക്കുളത്ത് വൻ വിജയത്തോടെ തിരികെ എത്തി. അപ്പോഴേക്കും കേരളത്തിലെ CPMന്റെ അനിഷേധ്യ നേതാവായി VS വളർന്നിരുന്നു. ഒപ്പം പാർട്ടിയിലെ വിഭാഗീയതയും വളർന്നു. CPM ഭരണമുറപ്പിച്ച തെരഞ്ഞെടുപ്പായിരുന്നു 1996 പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VS തന്നെയായിരുന്നു ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചത്. എന്നാൽ ഫലം വന്നപ്പോൾ CPMന്റെ ഉരുക്കുകോട്ടയായ മാരാരിക്കുളത്ത് സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ നേതാവ് പരാജയപ്പെട്ടു. അങ്ങനെ മുഖ്യമന്ത്രി കസേര VSന് നഷ്ടമായി. VS ജയിക്കുമ്പോൾ പാർട്ടിയും, പാർട്ടി ജയിക്കുമ്പോൾ VSും തോൽക്കും എന്നൊരു പ്രയോഗം തന്നെ അക്കാലത്തുണ്ടായി. എന്തായാലും VSനെ തോൽപ്പിച്ചത് പാർട്ടിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങളാണെന്ന് പിന്നീട് തെളിഞ്ഞു. VS പാർട്ടിയിലെ ഏറ്റവും ശക്തനായി ഉയർന്നതും ഈ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഒരറ്റത്ത് ഉറച്ചു നിന്നുകൊണ്ടായിരുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. 2001 മാരാരിക്കുളം VS ഉപേക്ഷിച്ചു. CPMന്റെ ഉറച്ച കോട്ടയായിരുന്ന മലമ്പുഴ മണ്ഡലത്തിലേക്ക് കളം മാറി. VSനെതിരെ അന്ന് കോൺഗ്രസ് രംഗത്തിറക്കിയത് കണ്ണൂർ ജില്ലക്കാരനായ യുവനേതാവ് സതീശൻ പാച്ചേനിയെ. CPM കോട്ടയിൽ പാച്ചേനി നടത്തിയ പോരാട്ടത്തിൽ VSന്റെ ഭൂരിപക്ഷം 4703 വോട്ടിൽ ഒതുങ്ങി. എന്നാൽ പിന്നീടുള്ള കാലം കേരളം കണ്ടത് അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു VSനെയായിരുന്നു. 3 തവണ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും VSനെ ജനപ്രിയനാക്കിയത് 2001 മുതൽ 2006 വരെയുള്ള കാലമായിരുന്നു. AK ആന്റണി, ഉമ്മൻചാണ്ടി സർക്കാരുകൾക്കെതിരെ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകി VS അച്യുതാനന്ദൻ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും കണ്ണിലുണ്ണിയായി. അതേസമയം പാർട്ടിക്കുള്ളിൽ ആശയ സമരങ്ങളുടെ നടുനായകത്വവും വഹിച്ചു. ഇതിനെ വിഭാഗീയ പ്രവർത്തനങ്ങളായിട്ടാണ് പാർട്ടി നേതൃത്വം കണ്ടത്. ഇതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങളും നടപടികളും VSന് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരു കാലത്ത് VSന്റെ മുന്നണി പോരാളിയായിരുന്ന പിണറായി വിജയൻ പാർട്ടി അധ്യക്ഷനായതിനു ശേഷമാണ് കേരളത്തിൽ CPM കണ്ട ഏറ്റവും രൂക്ഷമായ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടായത്. ഒരു ഭാഗത്ത് VSും മറുഭാഗത്ത് പിണറായി വിജയനും. 2002 പാർട്ടി കണ്ണൂർ സമ്മേളനത്തിന് ശേഷം ഇത് രൂക്ഷമായി. 2005 മലപ്പുറം സമ്മേളനത്തിൽ VSനെ പോലും ഞെട്ടിച്ച് പിണറായി വിജയൻ ഔദ്യോഗിക പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കി. പിന്നീട് നടന്ന സമ്മേളനങ്ങളിൽ VS പക്ഷം പതിയെ നാമാവശേഷമാകുന്നതും കേരളം കണ്ടു. 2015 ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി. പണ്ട് CPM ഉണ്ടാക്കിയ VS അതേ CPMനെ പിളർത്തുമോ എന്നുവരെ അണികൾ സംശയിച്ചു.
എന്നാൽ VS കടുത്ത നീക്കങ്ങളിലേക്ക് കടന്നില്ല. 2006 തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദന് സംസ്ഥാന നേതൃത്വം ആദ്യം സീറ്റ് നിഷേധിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ചരിത്രത്തിലാദ്യമായി ഒരു നേതാവിന് സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെമ്പാടും പാർട്ടി പ്രവർത്തകരും സാധാരണ ജനങ്ങളും നിരത്തിലിറങ്ങി. പാർട്ടി നേതൃത്വം അക്ഷരാർത്ഥത്തിൽ പകച്ചുപോവുകയും കേന്ദ്ര നേതൃത്വം ഇടപെട്ട് VSന് മലമ്പുഴ സീറ്റ് നൽകുകയും ചെയ്തു. 2001 ചെറിയ ഭൂരിപക്ഷം എന്ന ചീത്തപ്പേര് അത്തവണ VS തിരുത്തി. 20,000 മുകളിലായിരുന്നു 2006 ഭൂരിപക്ഷം. VS ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കും എന്ന കഥയും 2006 അവസാനിച്ചു. ജയിച്ച VSനെ മുഖ്യമന്ത്രിയാക്കാൻ കേരളത്തിലെ ഔദ്യോഗിക നേതൃത്വത്തിന് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പാലോളി മുഹമ്മദ് കുട്ടിയായിരുന്നു ഔദ്യോഗിക വിഭാഗം ആഗ്രഹിച്ച മുഖ്യമന്ത്രി. എന്നാൽ പോളിറ്റ് ബ്യൂറോ യോഗം VS അച്യുതാനന്ദനെ തന്നെ തെരഞ്ഞെടുത്തു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയെ അന്നേ ദിവസം പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ കാര്യം സംസ്ഥാന സമിതിക്ക് മുന്നിൽ വച്ചതിനു ശേഷം പ്രഖ്യാപിക്കുമെന്നാണ് PB അറിയിച്ചത്. ഇത് വീണ്ടും ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെച്ചു. ഒടുവിൽ 2006 മെയ് 15-ന് VS തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനം വന്നു. അങ്ങനെ കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ മുഖ്യമന്ത്രിയായി VS മാറി. 82-ാം വയസ്സിൽ കേരളത്തിലെ ഏറ്റവും മികച്ച സർക്കാരുകളിൽ ഒന്ന് എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാവുന്നതായിരുന്നു VS സർക്കാർ. മന്ത്രിസഭ ഒന്നടങ്കം മികച്ച അഭിപ്രായം നേടി. അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നു. മൂന്നാറടക്കം കയ്യേറ്റങ്ങൾക്കും അഴിമതികൾക്കുമെതിരെ VS സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചു. എന്നാൽ പാർട്ടിയിൽ നിന്നുള്ള പിന്തുണ പലപ്പോഴും സർക്കാരിനും മുഖ്യമന്ത്രിക്കും ലഭിക്കാതെ പോയി. 2011 വീണ്ടും തെരഞ്ഞെടുപ്പെത്തിയപ്പോൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഔദ്യോഗിക വിഭാഗം വീണ്ടും കടുംപിടുത്തത്തിന് മുതിർന്നു. VS മത്സരിക്കേണ്ടതില്ലെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. 2006 സമാനമായ സാഹചര്യം ഉരുത്തിരിഞ്ഞതോടെ കേന്ദ്ര നേതൃത്വം വീണ്ടും ഇടപെട്ടു. VS വീണ്ടും മലമ്പുഴയിൽ മത്സരിച്ചു ജയിച്ചു. കേരളത്തിൽ ആദ്യമായി തുടർഭരണം നേടുന്ന സർക്കാർ എന്ന റെക്കോർഡ് ശരിക്കും VSന് ലഭിക്കേണ്ടതായിരുന്നു. വെറും 2 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് അന്ന് ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെട്ടത്. തുടർഭരണം വേണ്ട എന്ന നിലയ്ക്കാണ് അന്ന് പാർട്ടി നേതൃത്വം പ്രവർത്തിച്ചത് എന്നൊരു ആക്ഷേപം പിന്നീട് ഉയർന്നിരുന്നു. ജയമുറപ്പിച്ച ചില മണ്ഡലങ്ങളിൽ ചെറിയ വോട്ടുകൾക്ക് പാർട്ടി സ്ഥാനാർത്ഥികൾ തോറ്റതിനു പിന്നിൽ പോലും ഇത്തരം ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ആക്ഷേപം. വീണ്ടും പ്രതിപക്ഷ നേതാവായി VS അച്യുതാനന്ദനെ തന്നെ LDFന് തെരഞ്ഞെടുക്കേണ്ടി വന്നു. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ നിയമസഭയിലും പുറത്തും VS അച്യുതാനന്ദൻ ആഞ്ഞടിച്ചു. സോളാർ കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെ അടിമുടി വിറപ്പിക്കാനും VSന് സാധിച്ചു. 2016 VS അച്യുതാനന്ദൻ തന്നെ വീണ്ടും മലമ്പുഴയിൽ മത്സരിച്ചു. സംസ്ഥാന സെക്രട്ടറി പദവി ഒഴിഞ്ഞ പിണറായി വിജയനും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. 91 സീറ്റുകളോടെ LDF വൻ വിജയം സ്വന്തമാക്കി. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനം പിണറായി വിജയനാണ് പാർട്ടി നൽകിയത്. ആദ്യഘട്ടത്തിൽ VSന് പ്രത്യേക ചുമതലകളൊന്നും നൽകിയതുമില്ല. ഇത് ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചതിന് പിറകെ അദ്ദേഹത്തെ ക്യാബിനറ്റ് റാങ്കിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചു. VS എന്ന പോരാളിയുടെ സമരജീവിതം ഏറെക്കുറെ അവസാനിച്ചത് ഈ കാലഘട്ടം മുതലാണെന്ന് പറയാം. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പതിയെ VS ഉൾവലിയുന്നതാണ് പിന്നീട് കേരളം കണ്ടത്. അപ്പോഴും അദ്ദേഹത്തിന് 90-ന് മുകളിൽ പ്രായമുണ്ടായിരുന്നു എന്നത് വേറെ കാര്യം. 2019 വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്തിന് വേണ്ടിയാണ് VS ഏറ്റവും ഒടുവിൽ പൊതുവേദിയിലെത്തിയത്. പതിയെ ആരോഗ്യനില അത്ര സുഖകരമല്ലാതാവുകയും VS പൊതുജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുകയും ചെയ്തു. പക്ഷേ VS എന്ന ദ്വയാക്ഷരി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലെ ഒരു ചൂണ്ടുപലകയായി എന്നും നിലനിൽക്കും. ആ ചൂണ്ടുപലക ഇടത്തോട്ടായിരിക്കും. സഫലവും കലാപഭരിതവുമായ ഒരു ജീവിതം ജീവിച്ചു തീർത്ത് VS അനശ്വരനായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.